നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും നോക്കിയാലോ. നമുക്ക് 7ാം ക്ലാസ്സിലെ ഒരു മാതൃകാ ചോദ്യ പേപ്പർ നോക്കാം. അടിസ്ഥാന പാഠാവലിയുടെ നോക്കി 4, 5 എന്നീ ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ചോയ്സ് നൽകിയിട്ടുള്ളത് എ, ബി എന്നിവയിൽ ഏതെങ്കിലും ഒരു ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? വായിക്കാം, എഴുതാം. നോക്കിയോളൂ. തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മലനിരകൾ മഞ്ഞുമൂടി കിടക്കുന്നു. ഒരു ഹിമാലയൻ ദൃശ്യം പോലെ നടന്ന് പാലത്തിലെത്തുമ്പോൾ സന്ധ്യ കനക്കുന്നു. സൂര്യൻ താഴുന്നു. അതിശയകരമായ കാഴ്ചയായിരുന്നു ആകാശത്ത്. മുമ്പ് കണ്ട മേഘങ്ങൾ ഒരുപാട് താഴെയായിരുന്നു. വെളുപ്പ് നിറമാർന്നിടം ഇപ്പോൾ കാർ വർണ്ണമായിരിക്കുന്നു. സൂര്യന്റെ അവസാന രശ്മികൾ അവയ്ക്കിടയിൽ പതുങ്ങിയിരിക്കുന്നു. കായലോളങ്ങൾ പോലെ വയലിൽ കാറ്റടിച്ചപ്പോൾ അലകൾ, മാനത്തു ചന്ദ്രൻ. വെള്ളത്തിൽ മുഖം നോക്കുന്ന ചന്ദ്രൻ ചിലപ്പോൾ സ്വസ്ഥമായും നിന്നു. വയലിലെ അലകൾക്കിടയിലൂടെ ദൂരെ പച്ച പിടിച്ച ഇടങ്ങൾ, വെളുത്ത പൂവുകൾ. സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നു. വയൽ വെള്ളത്തിന് തിളക്കം. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഗദ്യഭാഗം. ഇനി നമ്മൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് എഴുതണം. ഒന്നാമത്തത്, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒരു പ്രഭാത ദൃശ്യം, ഒരു ഹിമാലയൻ ദൃശ്യം, ഒരു അതിശയ ദൃശ്യം, ഒരു സന്ധ്യാദൃശ്യം. ഏതാണ്? ഇവിടെ നോക്കിക്കോളൂ. ഫസ്റ്റ് സെന്റൻസ്, തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മലനിരകൾ മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഒരു ഹിമാലയൻ ദൃശ്യം പോലെ. അപ്പൊ എന്താണ് കാണിക്കുന്നത്? ഒരു ഹിമാലയൻ ദൃശ്യം. കണ്ടോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളിൽ തെറ്റായ ജോഡി ഏത്? സന്ധ്യ കനക്കുന്നു, സൂര്യൻ താഴുന്നു. വെളുപ്പ് നിറം, കാർമേഘ വർണ്ണം. വയലിൽ കാറ്റടിച്ചു, കായലോളങ്ങൾ പോലെ അലകൾ. വെളുത്ത പൂവുകൾ, സൂര്യന്റെ അവസാന രശ്മികൾ. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? സന്ധ്യ കനക്കുന്നു, സൂര്യൻ താഴുന്നു. കണ്ടോ അവിടെ കിടക്കുന്നത്? അപ്പോൾ അത് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ഒരു ജോഡിയുണ്ട്, അത് ഓക്കെയാണ്. അടുത്തത്, മേഘങ്ങൾ ഒരുപാട് താഴെയായിരുന്നു. വെളുപ്പ് നിറമാർന്നിടം ഇപ്പോൾ കാർവർണ്ണമായിരിക്കുന്നു. അപ്പം വെളുപ്പ് നിറമാർന്ന ഇടം കാർവർണ്ണം. അപ്പം ആ ഒരു ജോഡി കറക്റ്റാണ്. പിന്നെ ഉള്ളത്, കായലോളങ്ങൾ പോലെ വയലിൽ കാറ്റടിച്ചപ്പോൾ, അല്ലേ? അപ്പം വയലിൽ കാറ്റടിച്ചു, കായലോളങ്ങൾ പോലെ അലകൾ, അതൊക്കെ. ഇനി ഇവിടെ നോക്കൂ. വെളുത്ത പൂവുകൾ, സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നു. അപ്പൊ വെളുത്ത പൂവുകൾ സൂര്യന്റെ അവസാന രശ്മികളല്ല. എന്താണ് വരാനുള്ളത്? സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നു. അപ്പൊ അതാണ് അവിടെ തെറ്റായിട്ടുള്ള ജോഡി. വെളുത്ത പൂവുകൾ, സൂര്യന്റെ അവസാന രശ്മികൾ. കണ്ടോ? വെളുത്ത പൂവുകൾ, സൂര്യന്റെ അവസാന രശ്മികൾ. അപ്പൊ ഡി ഓപ്ഷനാണ് ഇവിടെ തെറ്റായ ജോഡി. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെളുപ്പ് നിറമാർന്നിടം ഇപ്പോൾ കാർ വർണ്ണമായിരിക്കുന്നു. പ്രസ്താവനയോട് യോജിക്കുന്നതെന്ത്? ഒന്നാമത്തെ ഓപ്ഷൻ, നേരം വൈകുന്നു, നേരം സന്ധ്യയോടടുക്കുന്നു, നേരം പുലരുന്നു, നേരം നിറം മാറുന്നു. ഏതാണ് ആൻസർ? ഇതിൽ വരാൻ സാധ്യതയുള്ള ആൻസർ നേരം സന്ധ്യയോടടുക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? നേരം സന്ധ്യയോടടുക്കുന്നു. ഇനി അടുത്തത്, വയൽ വെള്ളത്തിന് തിളക്കമുണ്ടായത് എപ്പോൾ? സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നപ്പോൾ, സൂര്യൻ താഴുമ്പോൾ, മേഘം കാർവർണ്ണമായപ്പോൾ, മലകൾ മഞ്ഞു മൂടി കിടക്കുമ്പോൾ. ഏതാണ് ആൻസർ? ആൻസർ, സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നപ്പോൾ ആണ് വയൽ വെള്ളത്തിന് തിളക്കമുണ്ടായത്. അപ്പൊ ഇത്രയാണ് അതിന്റെ ആൻസേഴ്സ്. ആൻസർ, സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നപ്പോൾ ആണ് വയൽ വെള്ളത്തിന് തിളക്കമുണ്ടായത്. അപ്പൊ ഇത്രയാണ് അതിന്റെ ആൻസേഴ്സ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിവരണം തയ്യാറാക്കാനുള്ളതാണ്. അതിൽ എ ക്വസ്റ്റ്യൻ, ഉത്സവങ്ങൾ പരിചയമില്ലേ? നിങ്ങൾ കണ്ട ഉത്സവത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉത്സവത്തിനെ കുറിച്ച് കുറച്ച് ഒരു കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് തൃശ്ശൂർ പൂരം എന്ന ആ ഒരു ഉത്സവത്തിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഉത്സവത്തിനെ കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കാം. ഞാൻ കഴിഞ്ഞ വർഷം കണ്ട ഏറ്റവും മനോഹരമായ ഉത്സവം തൃശ്ശൂർ പൂരമായിരുന്നു. അതായത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. ഈ ഉത്സവം 18ാം നൂറ്റാണ്ടിൽ ശക്തൻ തമ്പുരാൻ ആരംഭിച്ചിരുന്നതാണ്. ഉത്സവ ദിവസത്തിൽ ഞാനും എൻ്റെ കുടുംബവും രാവിലെ തന്നെ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. നെറ്റിപ്പട്ടങ്ങൾ വെച്ച് അലങ്കരിച്ച ആനകൾ കണ്ണിന് ആനന്ദകരമായ കാഴ്ചകൾ സമ്മാനിച്ചു. രാത്രിയിൽ നടന്ന ഇലഞ്ഞിത്തറ മേളവും അതിനുശേഷമുള്ള വെടിക്കെട്ടും വളരെ നല്ല അനുഭവങ്ങളായിരുന്നു. ആ നിലയിൽ തൃശ്ശൂർ പൂരം എന്ന ഉത്സവം എൻ്റെ ഹൃദയത്തിൽ അഴിയാത്ത ഓർമ്മയായി നിലനിൽക്കുന്നു. അടുത്ത 2 ബി ക്വസ്റ്റ്യൻ, ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ കുറയും എന്ന പഴഞ്ചൊല്ലിൻ്റെ ശരിയായ ആശയം എന്ത്? ഒന്നാമത്തെ പ്രസ്താവന, കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുവരുത്തിയാൽ അതിൻ്റെ ഫലം ഭക്ഷണത്തിൽ പ്രതിഫലിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാതിരുന്നാൽ മാർക്ക് കുറയും. 4 ഓപ്ഷൻസ് ഉണ്ട്. 1 മാത്രം ശരി, 2 മാത്രം ശരി, 1 2 ശരി, 1 2 തെറ്റ്. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ?
അപ്പോൾ ഇവിടെ നോക്ക്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഈ ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ കുറയും എന്ന ആശയം എന്താണ് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പദച്ചേരുവകൾ ശരിയല്ലാത്തത് ഏത്? ശ്രദ്ധിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചു ഇരുന്നില്ല. എണ്ണി തിട്ടപ്പെടുത്തി, കൃത്യമായിരുന്നില്ല, കൃത്യം ആയിരുന്നില്ല. വെയിലിലും ഇട്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ശ്രദ്ധിച്ചിരുന്നില്ല. അതിൻ്റെ അതെന്തുകൊണ്ടാണ്? ഇത് പിരിച്ചെഴുത്താണ് അല്ലേ? അപ്പം ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിച്ച് പ്ലസ് ഇരുന്നില്ല എന്നതാണ്. എണ്ണി തിട്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ എണ്ണി പ്ലസ് തിട്ടപ്പെടുത്തി, അത് കറക്റ്റാണ്. കൃത്യമായിരുന്നില്ല, കൃത്യം പ്ലസ് ആയിരുന്നില്ല, കറക്റ്റാണ്. വെയിലിലും പ്ലസ് ഇട്ട്, അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അഭിമുഖ ചോദ്യാവലി. സ്കൂളിലെ വിത്തുമേളയോടനുബന്ധിച്ച് പച്ചക്കറിത്തോട്ടം ഉദ്ഘാടനം ചെയ്യാനായി കൃഷി ഓഫീസർ എത്തുന്നു. പുതിയ വിത്തിനങ്ങൾ, വളങ്ങൾ, പരിപാലന രീതികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അദ്ദേഹത്തോടൊപ്പമുള്ള അഭിമുഖത്തിനായി ചോദ്യാവലി തയ്യാറാക്കാം. മൊത്തം 5 ചോദ്യങ്ങൾ നമ്മളിവിടെ തയ്യാറാക്കണം. അപ്പോൾ നോക്കിയോളൂ, ഇവിടെ ഞാൻ ഒരു 8 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂളുകളിൽ നടക്കുന്ന വിത്തുമേളയ്ക്കും പച്ചക്കറിത്തോട്ട ഉദ്ഘാടനത്തിനും നിങ്ങൾ കാണുന്ന പ്രാധാന്യം എന്താണ്? ഇപ്പോൾ ലഭ്യമായ പ്രധാന പുതിയ പച്ചക്കറി വിത്തുകൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? നമ്മുടെ സ്കൂൾ തോട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ പച്ചക്കറികൾ ഏതൊക്കെയാണ്? നല്ല വിളവ് ലഭിക്കാൻ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്കൂൾ തോട്ടത്തിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായ വളങ്ങൾ ഏതൊക്കെയാണ്? കുട്ടികൾക്ക് ലളിതമായി ചെയ്യാൻ കഴിയുന്ന കൃഷി പരിപാലന രീതികൾ ഏതൊക്കെയാണ്? കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ സ്വീകരിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങൾ എന്തൊക്കെയാണ്? വരും തലമുറയ്ക്കായി നിങ്ങൾ നൽകുന്ന കൃഷി സന്ദേശം എന്താണ്? ഇത്രയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്തത് വിശകലനക്കുറിപ്പ് അല്ലെങ്കിൽ താരതമ്യക്കുറിപ്പ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനെ, തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർച്ചിനും തുങ്കമാം വാനിൻ ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം. പഠിക്കുവാൻ ഏറെയുണ്ട് പ്രകൃതിയിൽ നിന്ന്. നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്നത്. അറിഞ്ഞും അനുഭവിച്ചും അന്വേഷിച്ചും പഠിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വിശകലനക്കുറിപ്പാണ്. നോക്കിയോളൂ. പഠനത്തിന് പുസ്തകങ്ങളും അധ്യാപകരും ആവശ്യമാണ്. എന്നാൽ അറിവിൻ്റെ വലിയ ഉറവിടം നമ്മുടെ പ്രകൃതിയും ചുറ്റുപാടുകളും തന്നെയാണ്. മരങ്ങളുടെ വളർച്ച, പക്ഷികളുടെ കൂട്ടായ്മ, കാലാവസ്ഥയുടെ മാറ്റം എന്നിവ നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാം. അതുപോലെ കുടുംബം, അയൽവാസികൾ, സുഹൃത്തുക്കൾ, ഗ്രാമം, നഗരം എന്നിവയിൽ നിന്ന് ജീവിത മൂല്യങ്ങളും അനുഭവങ്ങളും നമുക്ക് ഉൾക്കൊള്ളാം. പഠനം വെറും വായിച്ചു മനസ്സിലാക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. അറിഞ്ഞും അനുഭവിച്ചും അന്വേഷിച്ചും പഠിക്കുമ്പോഴാണ് വിജ്ഞാനം പൂർണ്ണമാകുന്നത്. പ്രകൃതിയും ചുറ്റുപാടുകളും നമ്മെ കൂടുതൽ പഠിപ്പിക്കുന്നു എന്നതാണ് സത്യമായിട്ടുള്ളത്. 4ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2ൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളിപ്പോൾ കൊടുത്തു. ഇനി അടുത്തത് താരതമ്യക്കുറിപ്പ്. വിശകലനക്കുറിപ്പ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി താരതമ്യക്കുറിപ്പാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയോളൂ. ആര് നോക്കാനാ? വിറ്റേക്ക് കുറേ വയലും പറമ്പും. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? കാശ് കൊടുത്താൽ എല്ലാം കിട്ടും. മകനാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറയാണ്, ആരെങ്കിലും എവിടെയെങ്കിലും നട്ടു നനച്ചതേ പണം കൊടുത്താലും വാങ്ങാനാവൂ. മോൻ അതോർക്കണം. രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നോക്കിയുള്ളൂ ഇതിൻ്റെ ആൻസർ. മകൻ ഭൂമിയെയും കൃഷിയെയും വില കുറച്ച് കാണുന്നു. അച്ഛൻ പ്രകൃതിയുടെ പ്രാധാന്യവും ഭൂമിയുടെ വിലയും തിരിച്ചറിയുന്നു. മകൻ ഭൂമിയുടെ മൂല്യം തിരിച്ചറിയുന്നില്ല. പണം കൊണ്ട് എല്ലാം നേടാമെന്ന് കരുതുന്നു. എന്നാൽ അച്ഛൻ യഥാർത്ഥത്തിൽ ഭൂമിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൃഷിയുടെയും പ്രകൃതിയുടെയും ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. മകൻ്റെ അഭിപ്രായം തെറ്റായ ഒരു സമീപനമാണ്, എന്നാൽ അച്ഛൻ്റെ അഭിപ്രായം യുക്തിപരമാണ്. അടുത്തത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. ഞങ്ങളുടെ മുത്തശ്ശി. ദൂരക്കായലിൽ മുങ്ങിത്തപ്പി ചേറിൻ പാളികൾ കുത്തിപ്പൊക്കി വയലിനു ചുറ്റും കോട്ട വളയ്ക്കും കരിമലയന്മാർ പോകുമ്പോൾ ആകെ വിളർത്തു തളർന്നും പട്ടിണി പാകി വളർത്താൻ പണി ചെയ്തും തോളത്തേതോ തൂമ്പയുമായി തൊഴിലാളികളെ വഴി പോകുമ്പോൾ പറയാറുണ്ട ത്യാഗത്തിൻ കഥ പതിവായി പതിവായി മുത്തശ്ശി. ഇതാണ് ഈ കവിത. ആരാണ് എഴുതിയത്?
വയലാർ രാമവർമ്മ. അപ്പോൾ നോക്കിയോളൂ, പെട്ടെന്ന് ഒരു ചെറിയ ആസ്വാദനക്കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശദീകരിച്ച് എഴുതാവുന്നതാണ്. നോക്കിയോളൂ, വയലാർ രാമവർമ്മ രചിച്ച ഞങ്ങളുടെ മാതൃഭൂമി എന്ന കവിതയിൽ കവി കർഷകരുടെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. കർഷകർ പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ വിയർപ്പൊഴുക്കി മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. അവരുടെ വിയർപ്പിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതം. ഈ കവിതയിൽ കരിമലയന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന കർഷകരെയാണ്. ഈ കർഷകരുടെ ത്യാഗമാണ് ഈ കവിതാ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തത് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5A ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ആൻസർ. ഇനി 5B ഉണ്ട്. 5Bയിൽ ഇതേപോലെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയത് കയ്പ വെല്ലരി എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് വയലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ. അപ്പോൾ ആ ഒരു കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കവിത വായിച്ച് നോക്കിയിട്ട് അതിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുറിപ്പ് എഴുതാനാണ്. കൃഷിയും കാർഷിക പാരമ്പര്യവും മനുഷ്യ സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലുകളാണ്. പാഠഭാഗങ്ങളിൽ നിന്ന് നേടിയ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മലയാളികളുടെ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. മലയാളികളുടെ ജീവിതവുമായി കൃഷി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന കാലം മുതൽ തന്നെ കൃഷിയാണ് മലയാളിയുടെ പ്രധാന ഉപജീവന മാർഗം. നെൽകൃഷി, തേങ്ങ, വാഴ തുടങ്ങിയ വിളകൾ മലയാളികളുടെ വയലുകളിൽ വളർന്നിരുന്നു. പ്രകൃതിയോട് ഇണങ്ങിയാണ് മലയാളി തൻ്റെ കൃഷിജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പാടശേഖരങ്ങൾ, കുളങ്ങൾ, വയലുകൾ എല്ലാം മലയാളിയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ സാക്ഷികളാണ്. വിളവെടുപ്പിനെ ഉത്സവമായി കണ്ട മലയാളി ഓണം പോലുള്ള വിളവെടുപ്പ് ഉത്സവങ്ങൾ വഴി പ്രകൃതിയോട് നന്ദി രേഖപ്പെടുത്തി. കാലാനുസൃതമായ ശാസ്ത്രീയ രീതികളും പുതിയ വിത്തിനങ്ങളും വളങ്ങളും ഇന്നത്തെ കാർഷിക രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും മലയാളിയുടെ കാർഷിക സംസ്കാരം ഇന്നും അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 6 അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്